ഹലോ ഓൾ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് നമുക്ക് പോകാം. സോ ടോട്ടലി ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എല്ലാ മാർക്കറ്റ്സും മോസ്റ്റ്ലി ട്രേഡിംഗ് ഇൻ നെഗറ്റീവ് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങൾ ഡോ ജോൺസ് ഫ്യൂച്ചർ ആൻഡ് S&P 500 നാസ്ഡാക്ക് നോക്കുമ്പോഴത്തേക്ക് ഡോ ജോൺസ് ഫ്യൂച്ചർ നെഗറ്റീവ്ലി ട്രേഡ് ചെയ്യാണ്. യൂറോപ്യൻ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ തന്നെ എല്ലാ മാർക്കറ്റിലും സെല്ലിംഗ് പ്രഷർ നേടുന്നുണ്ട്. ഏഷ്യൻ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ തന്നെ എല്ലാ മാർക്കറ്റുകളിലും ഇവിടെയും സെല്ലിംഗ് പ്രഷർ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി സ്ലൈറ്റ്ലി ഇപ്പോൾ 100 പോയിന്റ്സിന് ഡൗൺ സൈഡ് നിൽക്കുന്നതുകൊണ്ട് തന്നെ മേ ബി നമുക്ക് ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗിലേക്കായിരിക്കും മാർക്കറ്റ് സൂചിപ്പിക്കുക. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ വ്യൂ എന്തായാലും ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡിമാൻഡ് ഏരിയാസ് എവിടെയൊക്കെ ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ടെന്നാണ്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം, മാർക്കറ്റ് ഒരു 2 ദിവസമായിട്ട് ട്രേഡ് ചെയ്യുന്നത് ഒരു ചെറിയ കൺസോൾട്ടേഷൻ ഫേസിലാണ് ട്രേഡ് ചെയ്യുന്നത്. കുറച്ച് സോൺസ് നമ്മൾ വരച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ രണ്ട് കാര്യം നമ്മൾ വ്യക്തമാക്കാം. ഒന്ന്, 25,000 എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ ഒരു സൈക്കോളജിക്കൽ ബൈയിങ് ഏരിയ ആയിട്ട് വർക്ക് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. 25,000 എന്ന് പറയുന്ന സോണ് ആൻഡ് ഈ ഒരു ഏരിയ 25,091 എന്ന് പറഞ്ഞ ഈ സോണ് നമുക്ക് മാർക്കറ്റ് ഹോൾഡ് ചെയ്യുമെന്നുള്ള രീതിയിൽ നമുക്ക് പ്രതീക്ഷ വയ്ക്കാം. ആൻഡ് 24,450 റേഞ്ച് ഇതല്ലേ, 25,400 to 450 റേഞ്ച്, ഈ ഒരു ഏരിയയിൽ ഇതും ബ്രേക്ക് ഉണ്ടാവുകയാണെങ്കിൽ 25,450 റേഞ്ചിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുമെന്നുള്ള രീതിയിൽ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ഓക്കെ, ആൻഡ് ഒരു അപ്സൈഡ് വ്യൂവിന് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ 25,680 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 200 പോയിന്റ്സിന്റെ അപ്സൈഡ് അല്ലെങ്കിൽ 150 പോയിന്റ്സിന്റെ അപ്സൈഡ് മേ ബി നമുക്ക് പ്രതീക്ഷിക്കാം. 25,680 എന്ന് പറഞ്ഞ പോയിന്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ എന്തായാലും ആദ്യം ഡിമാൻഡ് ഏരിയാസ് മാർക്ക് ചെയ്ത് ഇടുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ കാര്യം മാർക്കറ്റിൽ ഒരു നെഗറ്റിവിറ്റി ഇപ്പോൾ എല്ലാ മാർക്കറ്റുകളിലും കാണുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഡിമാൻഡ് ഏരിയാസ് മാർക്ക് ചെയ്തിടാം. അപ്പോൾ അതിനുശേഷം കൂടുതൽ സ്വിംഗ് പൊസിഷൻസ് ട്രൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് എന്തൊക്കെ സ്റ്റോക്സിൽ ഇന്നത്തെ ഫോക്കസിലുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റോക്സിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. ക്വാർട്ടർലി റിസൾട്ട് വരുമ്പോൾ അത് പരിശോധിക്കേണ്ടതുണ്ട്. ആൻഡ് ഇന്ന് റിസൾട്ട് വരാൻ പോകുന്ന കമ്പനികളിൽ പ്രധാനപ്പെട്ട ടാറ്റ സ്റ്റീലും ശ്രീ സീമെൻസ്, BEML, കാപ്പിലറി ടെക്നോളജി, CESC, ക്രോംപ്ടൺ ഗ്രീവ്സ്, ഗേറ്റ്വേ ഡിസ്ട്രിക്ട് പാർക്സ്, IREDA, JK ടയർ, ശേഷം കൽപ്പാത്താരു, കല്യാൺ ജുവലേഴ്സ്, കിംസ്, ലെമൺ ട്രീ ഹോട്ടൽസ്, മെഡി അസിസ്റ്റൻസ് സർവീസ്, MRF, SBI, ബസാർ സ്റ്റൈൽ റീറ്റെയിൽ ആൻഡ് സുല വൈനേഴ്സ്, സൺ TV നെറ്റ്വർക്ക് ആൻഡ് വേൾപൂൾ ഓഫ് ഇന്ത്യ. അപ്പം വേൾപൂൾ ഇന്ത്യ. അപ്പോൾ ഇത്രയും കമ്പനികളുടെ റിസൾട്ട്, ക്വാർട്ടർലി റിസൾട്ട് എന്ന് വരുന്നുണ്ട്. സോ ഈ സ്റ്റോക്സ് ഹോൾഡ് ചെയ്യുന്നവർ റിസൾട്ട് ഒന്ന് വാച്ച് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ശ്രമിക്കാം. നാളത്തെ ദിവസം റിസൾട്ടുകൾ വരുന്നുണ്ട്. SBIയുടെയും അതുൽ ഓട്ടോ, ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഹൈവേ ഇൻഫ്രാസ്ട്രക്ചർ, ഇന്ത്യ ഷെൽട്ടർ ഫിനാൻസ് കോർപ്പറേഷൻസ്, മഹാനഗർ ഗ്യാസ്, ശാരദ എനർജി ആൻഡ് മിനറൽസ് ആൻഡ് VST ടില്ലർ സ്ട്രക്ചേഴ്സിൻ്റെ കമ്പനികളുടെ റിസൾട്ട് നാളെ വരുന്നുണ്ട്. ഇതാണ് മേജർ കമ്പനികളുടെ റിസൾട്ട്സ് നാളെ വരുന്നത്. അപ്പോൾ ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിളിൻ്റെ ആണെങ്കിൽ 1,471 കോടിയിൽ നിന്നും 233 കോടിയിലേക്ക് ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിളിൻ്റെ ലോസ് നിൽപ്പുണ്ട്. റവന്യൂ ഗ്രോത്ത് ഉണ്ട്. ആൻഡ് റവന്യൂ ഗ്രോത്ത് അത്യാവശ്യം ഉണ്ടെന്നുള്ള കാര്യമുണ്ട്. 12,141 കോടിയിൽ നിന്ന് 15,268 കോടിയിലേക്ക് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടായിട്ട് ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിളിൻ്റെ റിസൾട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ബർജർ പെയിൻസിൻ്റെ ആണെങ്കിൽ സ്ലൈറ്റ്ലി 296 കോടിയിൽ നിന്ന് 271 കോടിയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞതായിട്ടും റവന്യൂ ബട്ട് ഇൻക്രീസ് ചെയ്തതായിട്ടും സൂചിപ്പിക്കുന്നുണ്ട്. ഹീറോ മോട്ടോ കോപ്പിന്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. പ്രോഫിറ്റ് അത്യാവശ്യം കൂടിയിട്ടുണ്ട്, ചെറിയ രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. 12% ഗ്രോത്ത് ഹീറോ മോട്ടോ കോർപ്പറേഷന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. റവന്യൂ ജമ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ശേഷം നൈക്കയുടെ ആണെങ്കിൽ 26 കോടിയിൽ നിന്ന് 63.3 കോടിയിലേക്ക് നൈക്കയുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സോ വളരെ പോസിറ്റീവാണ് നൈക്കയെ സംബന്ധിച്ച്. ഫിസിക്സ് വാലേക്കും പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്, റവന്യൂ ജമ്പ് ഉണ്ടായിട്ടുണ്ട്. ഭാരതി ഹെക്സാകോമിന് പ്രോഫിറ്റ് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ റെയിൽ വികാസ് നിഗം പ്രോഫിറ്റ് റൈസ് ചെയ്തിട്ടുണ്ട്. 311 കോടിയിൽ നിന്ന് 322 കോടിയിലേക്ക് പ്രോഫിറ്റ് വർദ്ധിച്ചതായിട്ട് റെയിൽ വികാസ് നിഗത്തിന്റെ റിസൾട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട കുറച്ച് ന്യൂസസ്, സ്റ്റോക്സ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. മാസകോണിൻ്റെ അത് വന്നിട്ടുണ്ടായിരുന്നു. പ്രോഫിറ്റിന്റെ ശ്രേയ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. 807 കോടിയിൽ നിന്ന് 879 കോടിയിലേക്ക് പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. റവന്യൂവിന് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, NCCയിലെ ആണെങ്കിൽ പ്രോഫിറ്റ് ലൈറ്റ്ലി കുറഞ്ഞിട്ടുണ്ട്. ബട്ട് റവന്യൂ ഡിക്ലൈൻസും ഉണ്ടായിട്ടായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ന്യൂസസ് ഏകദേശം ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഫെഡറൽ ബാങ്ക് അപ്രൂവ് കൊടുത്തു. ഫെഡറൽ ബാങ്കിന്റെ ന്യൂസ് എന്ന് പറഞ്ഞാൽ RBIയുടെ അപ്രൂവൽ ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അക്വയർ ചെയ്യാൻ പോവുകയാണ്. എന്താണ് ഏഷ്യ ടു ടോപ്പ് കമ്പനി PTA ടു അക്വയർ ചെയ്യാനുള്ള ഒരു അപ്രൂവല് നമ്മുടെ ഫെഡറൽ ബാങ്കിൽ കിട്ടിയിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. ഇപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസസ് ഇന്ന് ലൈവ്ലി മാർക്കറ്റിലുള്ളത്. എന്തായാലും മാർക്കറ്റിൽ നിന്ന് ചെറിയൊരു ഫോള് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രഷർ നേരിടാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ
നമുക്ക് സ്റ്റോക്സിനെ കാട്ടി ആദ്യം നിലനിർത്തേണ്ട നമ്മുടെ സ്വിംഗ് പൊസിഷൻസ് ഒക്കെ ഒന്ന് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഹോൾഡ് ചെയ്യുന്ന വേറെ പൊസിഷൻ തന്നെ സൺഫാർമയാണ്. സൺഫാർമ മേ ബി ഒരു പുൾ ബാക്ക് എൻട്രിക്കുള്ള പോസിബിലിറ്റി ഞാൻ നോക്കും. അപ്പം ഇങ്ങനത്തെ കുറച്ച് സ്റ്റോക്സ് ആയിരിക്കും ഇന്നിപ്പോൾ സ്റ്റോക്സിന്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ പ്രധാന ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ നിന്ന് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനായിരിക്കും അറ്റംപ്റ്റ് ചെയ്യുക. ഇത് ഈ ഒരു ചെറിയ എന്താ പറയുക, ഇന്നത്തെ ഒരു സെല്ലിംഗ് പ്രഷർ കുറച്ച് കൂടുതലാണെങ്കിൽ ചെറിയ സ്റ്റോപ്പ് ലോസുകൾ അടിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫോഴ്സ് മോട്ടോഴ്സ് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോഴ്സ് മോട്ടോഴ്സ് അത്യാവശ്യം ഇന്നലെ 22,000 ഒരു ന്യൂ ഇയർ ഹൈ തന്ന ശേഷം അത്യാവശ്യം മോശമില്ലാത്തൊരു ക്ലോസിങ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് എന്തായാലും കുറച്ച് കെയർഫുൾ ആയിട്ട് ഇരിക്കുക. അപ്പോൾ ലൈവില് മാർക്കറ്റിൽ കൂടുതൽ അവസരം വരുമ്പോഴത്തേക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇപ്പോൾ വൈകിട്ട് കാണാം. താങ്ക് യു.